കോൺഗ്രസിന്റെ എക്കാലത്തെയും പരാതിയായിരുന്നു കോൺഗ്രസിനെ നയിക്കാൻ ഒരു നേതാവില്ല എന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരർത്ഥത്തിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ശേഷം 2021 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കാലങ്ങൾ കഴിയുന്തോറും ആ നേതാവിൻ്റെ അഭിപ്രായത്തിന് എതിരഭിപ്രായമില്ല എന്ന ആക്ഷേപവും അതേ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ആ നേതാവാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശന്റെ മൈലേജ് കൂടിയെങ്കിലും ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വി.ഡി. സതീശനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ തലപൊക്കി വന്നിരുന്നു. വി.ഡി. സതീശൻ ഒരു ഏകാധിപത്യ സ്വഭാവമാണ് കോൺഗ്രസിൽ പുലർത്തുന്നതെന്നും വി.ഡി. സതീശനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്ക് മാത്രമാണ് അഭിപ്രായമുള്ളതെന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ രംഗത്ത് വരവും വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് നീങ്ങിയിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ പി സരിനും എ.കെ. ഷാനിവും ഉന്നയിച്ചത് കോൺഗ്രസിനുള്ളിലെ വി.ഡി. സതീശന്റെ ഏകാധിപത്യം തന്നെയാണ്. എന്നാൽ അപ്പോഴെല്ലാം തന്നെ വളരെയധികം പതുങ്ങിപ്പോയിരുന്ന മറ്റൊരു നേതാവുണ്ടായിരുന്നു. അതാണ് KPCC അധ്യക്ഷനായ കെ. സുധാകരൻ. 2021 ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്തകൾ പരിശോധിക്കുമ്പോൾ കെ. സുധാകരൻ എത്രമാത്രം അപ്രസക്തനായിരുന്നു കോൺഗ്രസിലെന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. കൃത്യമായി പറയുകയാണെങ്കിൽ കെ. സുധാകരൻ തന്നെ തനിക്കായി വരുത്തി വെച്ചിട്ടുള്ള എല്ലാ വിനകളും ആ വിനകളെയെല്ലാം തന്നെ അത് അക്ഷരാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ വി.ഡി. സതീശനും വി.ഡി. സതീശൻ പക്ഷത്തിനും കഴിഞ്ഞിരുന്നു എന്നതാണ് വാസ്തവം. അത്തരം നീക്കങ്ങളെല്ലാം തന്നെ ഇതുവരെയും തുടർന്ന് പോന്നിരുന്നു എന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ദേശീയ തലത്തിൽ AICC ഒരു അഴിച്ചുപണിക്ക് ഒരുങ്ങുകയായിരുന്നു. അതിൻ്റെ ചെറിയ ഓളമെങ്കിലും കേരളത്തിൽ ഉണ്ടായി എന്നും പറയാം. കേരളത്തിൽ അത്തരത്തിലൊരു പുനഃസംഘടന വരുന്ന സാഹചര്യത്തിൽ ആരെ മാറ്റണം എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കെ. സുധാകരനെയാണ്. മറ്റു പല നേതാക്കളെയും KPCC ജനറൽ സെക്രട്ടറിമാരുടെ പേരുകളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നെങ്കിൽ പോലും KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് കണ്ണടച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായം രേഖപ്പെടുത്തി എന്നതാണ് സുധാകരനെതിരെയുള്ള പടയൊരുക്കത്തിന്റെ സൂചന എന്ന് പറയുന്നത്. പക്ഷേ അതുവരെ കെ. സുധാകരൻ എത്രമാത്രം അപ്രസക്തനായിരിക്കുന്നോ ആ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് മറ്റു നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഇതുവരെ താനാണ് അധികായൻ എന്ന് വിശ്വസിച്ചിരുന്ന വി.ഡി. സതീശനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. സുധാകരനെ ഇത്രമാത്രം പിന്തുണ കോൺഗ്രസിൽ നിന്നും ശക്തരായ പ്രമുഖരായ നേതാക്കളിൽ നിന്ന് ലഭിക്കുമെന്നും വി.ഡി. സതീശൻ ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണുകയില്ല. സുധാകരനെ മാറ്റേണ്ട കാര്യം എന്താണ് എന്ന് കെ. മുരളീധരൻ ചോദിക്കുകയാണ്. അദ്ദേഹത്തെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ശശി തരൂർ പോലും പറഞ്ഞു വെക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വി.ഡി. സതീശനാണ് പ്രതിസന്ധിയിലാകുന്നത്. അത് മറ്റൊരു തരത്തിൽ വായിച്ചെടുക്കാനാകും. വി.ഡി. സതീശനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ എന്ന ചില തീരുമാനങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടോ എന്ന് പോലും വായിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്കാണ് അത്തരത്തിലുള്ള വാക്കുകളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ. മുരളീധരനാണ്. രാത്രിക്ക് രാത്രിയാണ് കെ. മുരളീധരനെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമെല്ലാം തന്നെ മുരളീധരൻ അതിനോട് തീർത്തും യോജിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും മുരളീധരനും ചില ഭയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. മാത്രമല്ല പത്മജ വേണുഗോപാൽ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിരുന്നു, മുരളീധരനെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ്, അദ്ദേഹത്തെ തോൽപ്പിക്കാനാണ്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ്, അദ്ദേഹത്തെ അപ്രസക്തനാകാനാണ് എന്നെല്ലാം തന്നെ. തെരഞ്ഞെടുപ്പാനന്തരം കണ്ട കാഴ്ചകളെല്ലാം തന്നെ പിന്നെ പത്മജ വേണുഗോപാലിൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്നത് തന്നെയായിരുന്നു. ശേഷം പിന്നീട് കെ. മുരളീധരൻ പോലും മറ്റൊരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ അഥവാ അഭിമുഖത്തിൽ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്, തനിക്ക് അവസരങ്ങൾ തന്ന് തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്, അതായത് തന്നെ മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നതെന്ന്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ കെ. മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തെ അപ്രസക്തനാക്കാനുള്ള നീക്കം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് M5 ന്യൂസിനോട് മറ്റൊരു KPCC ജനറൽ സെക്രട്ടറിയായ പഴുകുളം മധു പോലും പറഞ്ഞു വെക്കുന്നത്, കേരളത്തിൽ ഗ്രൗണ്ട് വർക്കിൽ പണിയെടുക്കുന്ന കോൺഗ്രസുകാർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല, പക്ഷേ അതേസമയം വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഓളമുണ്ടാക്കുന്ന മറ്റുള്ളവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നു എന്ന്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള വി.ഡി. സതീശന്റെ നീക്കം അത് ഏകാധിപത്യപരമാണ്, KPCCക്ക് അതിൽ എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് അതും സൂചന നൽകുന്നത്. ഇതേ സാഹചര്യത്തിലാണ് വളരെ കരുത്തനായിക്കൊണ്ട് വളരെയധികം ആർജവത്തോടെ കെ. സുധാകരനും പറഞ്ഞു വയ്ക്കുന്നത്, താൻ യാതൊരു കാരണവശാലും മാറുന്നില്ല, ആ പൊതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പോലും പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും വി.ഡി. സതീശന് ഇരട്ടടി കിട്ടുന്ന സാഹചര്യം തന്നെയാണ്. ഈ സംഭവങ്ങളെല്ലാം തന്നെ പ്രസക്തമാകുന്നത് കെ. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഒരു വിഭാഗത്തിന്റെ തീവ്ര ശ്രമം നടന്നിരുന്നു. പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലാണ് ചരടുവലി നടക്കുന്നതെന്ന വാർത്തകളും വന്നിരുന്നു. സംഘടനയിൽ തലമുറ മാറ്റം വേണമെന്ന ശക്തമായ ആവശ്യമാണ് സതീശന്റെ നേതൃത്വത്തിലുള്ളവർ ഉന്നയിച്ചിരുന്നത്. എന്നാൽ KPCC പ്രസിഡന്റിനോട് താല്പര്യമില്ലെങ്കിലും സതീശൻ വിരുദ്ധർ ഈ നീക്കത്തിൽ
നീക്കത്തിന് തടയിടുന്നുമുണ്ടായിരുന്നു. വി ഡി സതീശൻ വിരുദ്ധപക്ഷത്തെ നേതാക്കൾ സുധാകരന് പരസ്യ പിന്തുണ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. AICC പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരാണ് സുധാകരന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്. പ്രസിഡന്റ് മാറേണ്ടതില്ല എന്നും അങ്ങനെ മാറ്റം ആവശ്യമാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറട്ടെ എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റായ K സുധാകരൻ എന്നിവരും സുധാകരൻ മാറേണ്ടതില്ല എന്ന നിലപാടുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ നേതൃമാറ്റം ആവശ്യമാണെന്ന ഉറച്ച നിലപാടിലായിരുന്നു പുതുതലമുറയിലെ നേതാക്കൾ. ഇതാണ് സതീശന്റെ ധൈര്യവും. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നീ യുവ നേതാക്കളുടെ പിന്തുണ സതീശനുണ്ടായിരുന്നു. പാർട്ടിയിൽ യുവ നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് സ്വാധീനം വർദ്ധിപ്പിക്കാനായിരുന്നു സതീശന്റെ ലക്ഷ്യം. എന്നാൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നും സംഘടന ചലിക്കാത്ത പ്രതിപക്ഷ പ്രവർത്തനം ഫലവത്താകില്ല എന്നുമാണ് സതീശൻ പറഞ്ഞിരുന്നത്. KPCCയിൽ അഴിച്ചുപണി വേണമെന്ന് കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നിരുന്നത്. പൊട്ടിത്തെറിയുണ്ടായാലും സംഘടനയിൽ അഴിച്ചുപണി വേണം എന്ന് തന്നെയാണ് പുതുതലമുറ നേതാക്കളുടെ നിലപാടും. പൊട്ടിത്തെറി ഭയന്നുകൊണ്ട് സംഘടനയെ നിഷ്ക്രിയമാക്കുന്നതിനോട് നേതാക്കൾക്ക് യോജിപ്പുമുണ്ടായിരുന്നില്ല. ആര് പുതിയ അധ്യക്ഷനായാലും തലമുറ മാറ്റം വേണമെന്നാണ് ഇവർ പറയുന്നത്. KPCC ഭാരവാഹികൾ യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്ന അനുകൂല രാഷ്ട്രീയം മുതലാക്കണമെന്നും പുതുതലമുറ നേതാക്കൾ നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്ത വർഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യം മാറിമറിയാം എന്നിരിക്കെ സംഘടനയെ ചലിപ്പിക്കാൻ സാധിക്കണമെന്നാണ് നേതാക്കൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇതിൽ തന്നെ വ്യക്തമാണ് പുതുതലമുറ നേതാക്കളെല്ലാം തന്നെ സംഘടനയെ മാറ്റിപ്പണയണം എന്ന് ആവർത്തിക്കുമ്പോൾ അവരുടെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് VD സതീശന് മുന്നോട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം അത്തരമൊരു പുതുതലമുറയുടെ നേതാവായി അദ്ദേഹം സ്വയം മാറുകയാണ് എന്നതാണ്. പക്ഷേ അതേസമയം കോൺഗ്രസിലെ തന്നെ പ്രവൃത്തി പരിചയമുള്ള മുതിർന്ന നേതാക്കൾ ഇതിനെ എതിർക്കുന്നതും അത് ഭയന്നുകൊണ്ട് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റ് തലമുറ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഇത്ര നാളും ഗ്രൗണ്ടിൽ പണിയെടുത്ത നേതാക്കളെല്ലാം തന്നെ ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥയിലേക്ക് പോകും. അതായത് എല്ലാ അധികാരവും VD സതീശനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെയാണ്. അതായത് VD സതീശൻ പക്ഷത്തിന്റെ ശക്തമായ കരുനീക്കമാണ് മറ്റ് മുതിർന്ന നേതാക്കൾ പോലും ഇടപെട്ടുകൊണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ VD സതീശന്റെ എല്ലാ പദ്ധതികൾക്കും കടിഞ്ഞാണിട്ടിരിക്കുകയാണ് ഈ നേതാക്കൾ.